ഞാൻ ഡോക്ടർ ജ്യോതി ശ്രീകാന്ത്, അമൃത ഹോസ്പിറ്റൽ റുമറ്റോളജി വിഭാഗം പ്രൊഫസറാണ്. അപ്പോൾ ഇന്ന് ടുഡേയ്സ് വേൾഡ് ആർത്രൈറ്റിസ് ഡേ. അപ്പോൾ എന്താണ് ഈ ആർത്രൈറ്റിസ്? നമ്മുടെ ശരീരത്തിൽ ഒരു 360ഓളം ജോയിൻറ്റുകളുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെല്ലാം കോർഡിനേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു അടി പോലും മുമ്പോട്ട് വയ്ക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മസിലുകളും ബാക്കി ഞരമ്പുകളും ഒക്കെ അതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നു. ഇതിനെയാണ് നമ്മളൊരു മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജോയിൻസിനെ ബാധിക്കുന്ന ഈ ഒരു തരം നീർക്കെട്ടിനെയാണ് നമ്മൾ ഈ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ജോയിൻസിനെ ബാധിക്കുന്ന ഈ ആർത്രൈറ്റിസ് അതിന് ഒരു പ്രായമോ അല്ലെങ്കിൽ ജെൻഡറോ അങ്ങനെ ഓഫ് കോഴ്സ് സ്ത്രീകളിൽ കൂടുതൽ കാണാം, എങ്കിൽ പോലും ആൺ പെൺ പ്രായം എല്ലാം ഒന്നിനെയും തന്നെ കണക്കാക്കാതെ എല്ലാവർക്കും വരാവുന്ന ഒരു അസുഖമാണ് ഇത്. അപ്പോൾ ചെറുപ്രായത്തിൽ നമ്മുടെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലത്തെ അസുഖങ്ങളായിരിക്കും കൂടുതൽ ആളുകളെ ബാധിക്കുന്നത്. ആൻഡ് മുതിർന്നവരിൽ കൂടുതൽ തേയ്മാനം എന്ന് പറയുന്ന ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലത്തെ സംഭവങ്ങളാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജോയിൻസിന് തുടക്കത്തിൽ ചിലപ്പം ചെറിയ വേദനകളോ അല്ലെങ്കിൽ പിന്നീട് അതിനെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതിന് നീർക്കെട്ടോ അതിനെ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടോ നമുക്ക് നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഉള്ള ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസിനെ അവഗണിക്കാതെ നേരത്തെ തന്നെ നമുക്ക് ചെറിയ സംശയങ്ങൾ, നമുക്ക് കൈകാലുകൾ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ, ഒരു ടൂത്ത് ബ്രഷ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട്, അത് പെട്ടെന്ന് കൈകൊണ്ട് പിടിക്കാൻ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ അത് നേരത്തെയുള്ള ആർത്രൈറ്റിസിൻ്റെ വളരെ ഏർലി ആയിട്ടുള്ള ലക്ഷണങ്ങളാവാം. ഇതിനെ ഇത് തണുപ്പ് കൊണ്ടാണ്, ഇന്ന് മഴ പെയ്തത് കൊണ്ടാണ്, ഇങ്ങനെയൊന്നും ഒരു അപേക്ഷ പറയാതെ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ പെട്ടെന്ന് കാണുക, അതിന് വേണ്ടിയിരിക്കുന്ന മുൻകരുതലുകൾ എടുക്കുക. ഈ ഡിസീസ് പ്രോഗ്രസ് ചെയ്യാണ്ടിരിക്കാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതേപോലെ കുടുംബത്തിൽ ഈ ആർത്രൈറ്റിസോ ഇതുപോലെ അസുഖങ്ങൾ ഉള്ളവർ എപ്പോഴും ഒരു കുറച്ച് റിസ്ക് കൂടുതലാണ്. സാധാരണ വേറെയുള്ള ആൾക്കാരെ അപേക്ഷിച്ച് ഒരു 4 മടങ്ങ് റിസ്ക് കൂടുതലാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ അസുഖം ഉണ്ടെങ്കിൽ. അതും നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രായം കൂടിയിട്ട് വരുന്ന അസുഖമാണ് സാധാരണ തേയ്മാനം എന്ന് പറയുന്ന ഈ ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അത് പൊതുവേ മുതിർന്നവരിലാണ് വരിക. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആൾക്കാർക്ക് ഇത് നേരത്തെയും വന്നുകൂടായികയില്ല. എന്തായാലും ചെറിയ സിംറ്റംസ് ഉണ്ടെങ്കിലും ഏറ്റവും അടുത്തുള്ള നിങ്ങളെ ഡോക്ടറെ കാണുക, നിങ്ങളുടെ ഒരു റുമറ്റോളജിസ്റ്റിനെ കാണുക, കൺസൾട്ടേഷൻ എടുക്കുക, വേണ്ട ടെസ്റ്റുകൾ ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരത്തെ ചികിത്സിക്കുക. എപ്പോഴും നിങ്ങളുടെ ജോയിൻസിനെ കാത്തു സൂക്ഷിക്കൂ, എപ്പോഴും മൊബൈലായിട്ടിരിക്കൂ.